സി ഒ ഡി കാരണം നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതെ പോയിട്ടുണ്ടാകും. അതിനെ എങ്ങനെ ആ ഒരു പ്രത്യുൽപാദന ശേഷിയെ വീണ്ടെടുക്കാം എന്നുള്ള മെത്തേഡാണ് 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്. നിങ്ങളുടെ ഭക്ഷണക്രമങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കഴിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ബ്ലഡിലുണ്ടാവുന്ന ആ ഒരു പഞ്ചസാരയുടെ ലെവൽ, ആ ഒരു ബ്ലഡ് ഷുഗർ നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം. ആ ഒരു ബ്ലഡിലുണ്ടാവുന്ന ബ്ലഡ് ഷുഗർ ലെവല് അസന്തുലിതമായിരിക്കും, കറക്റ്റ് അല്ലാതെ ആയിരിക്കും. നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. ചിലപ്പോൾ ആ ഒരു ദാഹം ഉണ്ടാകുമ്പോൾ മാത്രം, നല്ലോണം ദാഹിച്ചാൽ മാത്രം നിങ്ങൾ കുടിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഡെയിലി ഒരു 4 ഗ്ലാസ്സെങ്കിലും കുടിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു വെള്ളം നിങ്ങളുടെ ശരീരം ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ജോലിയിലോ മറ്റോ നിങ്ങൾ മുഴുകിയിരിക്കുന്നുണ്ടാകും. ആ ഒരു സമയത്ത് കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഈ ഒരു ജോലി കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കാം എന്ന് നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വെള്ളത്തിൻ്റെ ജലാംശം, നിങ്ങളുടെ ശരീരത്തിലുള്ള ആ ഒരു ജലാംശം കുറയുമ്പോൾ അതിനുള്ളൊരു കാരണമാണ്. അതിൻ്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ജലാംശം കുറയുന്നത് കൊണ്ട്. ആ ഒരു ജലാംശത്തെ നിങ്ങൾ മെച്ചപ്പെടുത്തുക, നിങ്ങൾ വെള്ളം കുടിക്കുക ധാരാളം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാന്നുള്ളതാണ്. നാലാമത്തെ കാര്യം അക്യുപ്രഷർ. ഈ ഒരു അക്യുപ്രഷർ പോയിന്റിൽ നിങ്ങൾ പ്രഷർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആ ഒരു PCOD ഡിഫിക്കൽട്ടീസ്, നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. ഈ ഒരു അക്യുപ്രഷർ പോയിന്റ് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഈ ഒരു ഹോർമോണൽ അസന്തുലിതാവസ്ഥയെ നിങ്ങൾക്ക് പ്രോപ്പറാക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും PCOD കാരണം ഹോർമോണൽ ഇംബാലൻസ് കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു. ഞാൻ ഹീലർ സഫ്ര. ഡു ഫോളോ, വാച്ച് മോർ വീഡിയോസ്.